വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവരും ടെൻഷനൊക്കെ തുടങ്ങി കാണുമല്ലേ. സോ ഓൾമോസ്റ്റ് നമ്മുടെ ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ അടുത്ത് വരികയാണ്. ഇനി നമുക്ക് വരലെണ്ണാവുന്ന ദിവസങ്ങൾ അല്ല, കുറച്ചും കൊണ്ടുണ്ടല്ലേ. ഓക്കെ, അത്രയും ദിവസങ്ങളൊക്കെ ഉള്ളൂ നമ്മുടെ കയ്യിൽ. എന്തായി പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. അടിപൊളിയായിട്ട് തന്നെ പോട്ടെ. എല്ലാ സബ്ജക്ട്സും നല്ല രീതിയിൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ ഇനി പുതിയൊരു കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നല്ലപോലെ ചെയ്യേണ്ട ഒരു സമയമാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും പെൻഡിങ് പോർഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വലിയ കോൺസെൻട്രേഷൻ കൊടുക്കാതെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക. അവിടെ നിന്നൊരു ചോദ്യം വന്നാൽ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് പോകാനോ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തിട്ട് തെറ്റിപ്പോകാനോ ഇടയാവരുത്. സോ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഓൾറെഡി കവർ ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. എല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ചില്ലേ? ബൈ നൗ നിങ്ങൾക്ക് എല്ലാ സെക്ഷൻ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് ആൻസർ എഴുതാൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ എന്നറിയാനും അതുപോലെ തന്നെ എങ്ങനെയാണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമ്മുടെ ആൻസർ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും നമുക്ക് ഇന്നൊന്ന് നോക്കാം. ഇനി നിങ്ങളുടെ ആൻസർ എല്ലാം പക്കാണ്, പെർഫെക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാജുലേഷൻസ് ആൻഡ് മൂവ് ഓൺ. നിങ്ങൾക്ക് അത്രയ്ക്ക് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഇനിയൊരു ടൈം, ഇനി നിങ്ങൾക്ക് മുന്നോട്ടുള്ള ദിവസങ്ങളിലെല്ലാം നിങ്ങളുടെ ടൈം ഭയങ്കര ക്രൂഷ്യലാണ്. അതുകൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിലെ സെക്ഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, ആൻസർ പ്രോപ്പറായിട്ട് ഫ്രെയിം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൺഫേം ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ കുറേ നാളായിട്ട് ആൻസർ ഫ്രെയിം ചെയ്യുന്ന ഫോർമാറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അതിനും നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പം ആ ഒരു ഐഡിയയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ആൻസർ ഫ്രെയിം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഡോണ്ട് വറി, ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് മാത്രം ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടൈം എന്ത് ചെയ്യാം, ബാക്കിയുള്ള സബ്ജക്ട്സിലേക്ക് സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഇഷ്യൂസ് ഉള്ളവർ കണ്ടിന്യൂ ചെയ്യുക, കണ്ട് നോക്കുക, എന്നിട്ട് പിന്നെ നിങ്ങളൊന്നുകൂടെ എന്ത് ചെയ്യുക, ആൻസർ ഫ്രെയിം ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. കണ്ട് മനസ്സിലായി വെച്ചിട്ട് പോകരുത്, നിങ്ങൾ അത് ഒന്നുകൂടെ നിങ്ങളുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആൻസർ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ട് അടുത്ത ഒരു സബ്ജക്റ്റിലേക്കോ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്കോ പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അതുപോലെ തന്നെ ആൻസർ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ആസ് ഓൾവേസ് റിക്വയർമെൻറ്റ് നോക്കുക, ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. നിങ്ങൾ ഓൾറെഡി വായിച്ചതായതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് സിറ്റുവേഷൻ പറഞ്ഞു പോവാം. ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ള റിക്വയർമെൻറ്റ് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ഒരു മെയിൻ ക്വസ്റ്റ്യനിൽ തന്നെ. ഫേമിൻ്റെ ഒരു കണ്ടൻഷൻ ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഫേം ഉണ്ട്, ആ ഫേമിന് ഒരു ഒപ്പീനിയൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ ഉണ്ട്. ആ ഡിസിഷൻ ടെനബിൾ ആണോ, അക്സെപ്റ്റബിൾ ആണോ, റൈറ്റ് ആണോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ കൊടുത്തിട്ട് നമുക്ക് കൺക്ലൂഷൻ കൊടുക്കണം. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഈ ഓൾറെഡി ഉള്ള സിറ്റുവേഷനിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ആ ചേഞ്ച് വരുത്തിയിട്ട് ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഫേമിൻ്റെ കണ്ടൻഷൻ ഇത് തന്നെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ആൻസർ മാറോ ഇല്ലയോ എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 കൺക്ലൂഷൻ രീതിയിൽ ഫ്രെയിം ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ബ്രീഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ P, Q and R എന്ന് പറഞ്ഞിട്ട് 3 പാർട്ട്നേഴ്സ് ഉണ്ട്. P, Q and R എന്ന് പറഞ്ഞിട്ട് പാർട്ട്നേഴ്സ്. ഇവരുടെ ഫേം എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ ഫേമാണ് PQR അസോസിയേറ്റ്സ്. ഇതിൽ P എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഡിയുടെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങി, സിമെൻറ്റ് വാങ്ങി ഓൺ ബിഹാഫ് ഓഫ് ഫേമിൻ്റെ ബിഹാഫിൽ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിമെൻ്റാണ് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, പക്ഷേ പുള്ളി ഇത് എന്ത് ചെയ്തു, പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. ആൻഡ് ലേറ്റർ ഡി ഈ പ്രൈസ് എവിടെ നിന്ന് ക്ലെയിം ചെയ്തു, ഫേമിൻ്റെ കയ്യിൽ നിന്ന് ക്ലെയിം ചെയ്തപ്പോഴത്തേക്കിനും ഫേം ഇത് റെഫ്യൂസ് ചെയ്തു. എന്തിൻ്റെ ബേസിലാണ്, ദ സിമെൻറ്റ് വാസ് നെവർ റിസീവ്ഡ് ബൈ ഇറ്റ്. സോ ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ ഫേം പറയുന്നു ഞങ്ങൾ സിമെൻറ്റ് കളക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഫേമിൻ്റെ കണ്ടൻഷൻ റൈറ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ടെനബിൾ ആണോ, അക്സെപ്റ്റബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആക്ട് ഇവിടെ ഡയറക്റ്റ്ലി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് രണ്ടാമത്തെ സിറ്റുവേഷൻ മാറുന്നത് എങ്ങനെയാണ്, ഇഫ് ദ സിമെൻറ്റ് സോ പർച്ചേസ്ഡ് ബൈ P ഡെലിവേർഡ് ടു ദ ഫേം ബൈ ഹിം ആൻഡ് റെസ്റ്റ് ഓഫ് ദ സിമെൻറ്റ് വാസ് യൂസ്ഡ് ഫോർ ദ പ്രൈവറ്റ് യൂസ്. ഈ പറഞ്ഞ പോലെ സിമെൻറ്റ് വാങ്ങിയിട്ട് അതിൻ്റെ ഒരു പാർട്ട് ഫേമിലേക്ക് ഡെലിവറി ചെയ്തു. ഇവിടുത്തെ ഫസ്റ്റ് സിറ്റുവേഷനിൽ സിമെൻറ്റ് ഫുള്ളി എന്ത് ചെയ്തു, P പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. സിറ്റുവേഷൻ ഒന്ന് ചേഞ്ച് ചെയ്തപ്പോഴേക്കും എന്താണ്, പാർട്ട് ഓഫ് ദ സിമെൻറ്റ് ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഫേമിലേക്ക് ഓർഡിനറി കോഴ്സ് ബിസിനസ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. റെസ്റ്റ് ഓഫ് ദ സിമെൻറ്റ് എന്ത് ചെയ്തു,
പ്രൈവറ്റ് യൂസിന് വേണ്ടിയിട്ട് എടുത്തു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഫേമിൻ്റെ കണ്ടൻഷൻ സ്റ്റിൽ ദ സെയിം ആണെങ്കിൽ നമ്മുടെ ആൻസർ എങ്ങനെ വരും എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സോ ഇതാണ് ക്വസ്റ്റ്യൻ്റെ ഒരു ബ്രീഫ്. നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് എന്ത് കിട്ടിയിട്ടുണ്ട്? ആക്ട് ഏതാണെന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ആണല്ലേ. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. ഓക്കെ, ചില ക്വസ്റ്റ്യൻസിൽ ആക്ട് തരണം എന്നില്ല, അപ്പോൾ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ആണ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവിടെ ഒരു പാർട്ട്ണർ ഫേമിൻ്റെ ബിഹാഫിൽ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് എന്ത് വാങ്ങുകയാണ്? ഒരു സാധനം വാങ്ങുകയാണ്. ഫേമിൻ്റെ ബിഹാഫിൽ തേർഡ് പാർട്ടിയായിട്ട് ഡീൽ ചെയ്യുവാണ്. അപ്പം ഒരു പാർട്ട്ണർ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ആരായിട്ടാണ് പ്രവർത്തിക്കുന്നത്? നമ്മളൊരു സെക്ഷനിൽ പഠിച്ചിട്ടുണ്ട്, പാർട്ട്നേഴ്സ് ഫേമിൻ്റെ ഏജൻറ്റുമാണ്, പ്രിൻസിപ്പളുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത്. ഏതായിരുന്നു സെക്ഷൻ ഓർമ്മയുണ്ടോ? സെക്ഷൻ 18. സെക്ഷൻ 18 നമ്മളത് പഠിക്കുന്നുണ്ട്. ഫേമിൻ്റെ പാർട്ട്നേഴ്സായിട്ടും അറ്റ് ദ സെയിം ടൈം പാർട്ട്നേഴ്സായിട്ടും പ്രിൻസിപ്പൽസായിട്ടും ഏജൻ്റായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട് ഓരോ പാർട്ട്നേഴ്സും അല്ലേ. നമ്മൾ സെക്ഷൻ 4 എന്താണ് പാർട്ട്ണർഷിപ്പ്? ഓൾ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ, അല്ലെങ്കിൽ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെക്ഷൻ പഠിക്കുന്നുണ്ട്. സോ അതിൽ നിന്ന് ഡെവലപ്പായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രൊവിഷനാണ് സെക്ഷൻ 18 എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആൻഡ് അതിനുശേഷം തേർഡ് പാർട്ടി ഉണ്ട് ഇവിടെ. ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ളൊരു ഡീലിങ്ങിൽ ഓൺ ബിഹാഫ് ഓഫ് ഫേം ഒരു പാർട്ട്ണർ ഒരു തേർഡ് പാർട്ടിയായിട്ട് ഡീൽ ചെയ്ത് ചീറ്റ് ചെയ്യപ്പെട്ടുവെങ്കിൽ ആ തേർഡ് പാർട്ടിയോട് ഫേമിനുള്ള ലയബിലിറ്റി എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വേറെ സെക്ഷൻസ് പഠിക്കുന്നുണ്ട്. സെക്ഷൻ 25ഉം അതുപോലെ തന്നെ 26, ഓൾസോ 27ഉം ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഡീൽ ചെയ്യാനുള്ളത് സെക്ഷൻ 25 ആൻഡ് സെക്ഷൻ 26 എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനാണ്. അപ്പോൾ നമുക്ക് 3 സെക്ഷൻസ് ഇവിടെ കോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ സെക്ഷൻ 18, 25 ആൻഡ് 26. ഓക്കെ, സെക്ഷൻ 18 എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു തേർഡ് പാർട്ടിയായിട്ട് ഡീൽ ചെയ്യുമ്പോൾ റിലേഷൻ ഓഫ് പാർട്ട്നേഴ്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുമ്പോൾ എന്ന് പഠിക്കുന്നുണ്ട്. സെക്ഷൻ 18 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പാർട്ട്ണർ ടു ബി ദ ഏജൻറ്റ് ഓഫ് ദ ഫേം. നമ്മൾ സെക്ഷൻ 4 പഠിച്ച അതേ ഒരു റൂളുണ്ടല്ലോ, ആ ഒരു പ്രൊവിഷൻ്റെ ഒരു ഡെവലപ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ സെക്ഷൻ 4 എന്താണ് പറയുന്നത്? പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് ഹു ഹാവ് എഗ്രീഡ് ടു, അതൊക്കെ നമുക്കറിയാം, എന്തിനു വേണ്ടിയിട്ട്? ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ഒന്നുകിൽ എല്ലാവരും കൂടെ നടത്തുന്നു, അല്ലെങ്കിൽ ഒരാൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കാം പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടക്കുന്നത്. അങ്ങനെ ഒരു പെർട്ടിക്കുലർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് എഗ്രീഡ് ആണ് അല്ലേ. അതാണ് നമ്മൾ സെക്ഷൻ 4 പഠിച്ചത്. അപ്പം ഇതിൻ്റെ ബേസിലാണ് സെക്ഷൻ 18 നമ്മൾ കൂടുതലും മനസ്സിലാക്കേണ്ടത്. ആൻഡ് ഇതിനകത്ത് പറയുന്നത് ദ പാർട്ട്ണർ ഇസ് ദ ഏജൻറ്റ് ഓഫ് ദ ഫേം. എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ് ഇമ്പോർട്ടൻറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ പേർപ്പസ് ഓഫ് ബിസിനസ് ഓഫ് ദ ഫേം. ഫേമിൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളുടെ ക്വസ്റ്റ്യനിൽ നോക്കുവാണ് എന്നുണ്ടെങ്കിൽ PQR അസോസിയേറ്റ്സിൽ നമ്മളുടെ പി എന്തിനു വേണ്ടിയിട്ടാണ് സിമെൻറ്റ് പർച്ചേസ് ചെയ്തത്? ടു ബി യൂസ്ഡ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. ദ സിമെൻറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. അപ്പം ഫേമിൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പാർട്ട്ണർ ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫോർ ദ പേർപ്പസ് ഓഫ് ബിസിനസ് ഓഫ് ദ ഫേം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ആപ്ലിക്കബിൾ ആയല്ലോ ഇവിടെ, ഫുൾഫിൽ ആയല്ലോ ഇവിടെ. യെസ്. ആൻഡ് ഇനി ബാക്കി എന്താണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ദ പാർട്ട്ണർ ഇൻഡിഡ് വിർച്വലി എംബ്രേസസ് ദ ക്യാരക്ടർ ഓഫ് ബോത്ത് ദ പ്രിൻസിപ്പൽ ആൻഡ് ആൻ ഏജൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ട്ണർ ഏജൻറ്റായിട്ടും പ്രിൻസിപ്പലായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഫോർ അസ് എപ്പോഴാണ്? ഹി ആക്ട് ഫോർ ഹിംസെൽഫ് ആൻഡ് ഇൻ ഹിസ് ഓൺ ഇൻട്രസ്റ്റ് ഇൻ ദ കോമൺ കൺസേൺ ഓഫ് ദ പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിൻ്റെ കോമൺ കൺസേണിലേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് വരെ. ഓക്കെ, ആൻഡ് അതാണ് നമ്മൾ ആ സെക്ഷൻ 18 നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഏജൻസി ആൻഡ് പ്രിൻസിപ്പൽ റൂളിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? ഒരു പ്രിൻസിപ്പൽ ഇപ്പം പി ഇവിടെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഡിയുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പറഞ്ഞ സിമെൻറ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പി വേർ ദ ഏജൻറ്റ് ഓഫ് ദ ഫേം ആൻഡ് ദ അതർ പാർട്ട്നേഴ്സ് അറ്റ് ദാറ്റ് ടൈം അല്ലേ. ആ പർച്ചേസിൻ്റെ സമയത്ത് പി എങ്ങനെയായിരുന്നു ആക്ട് ചെയ്തിരുന്നത്? ഡിയോട് ഒരു ഏജൻറ്റ് ഓഫ് ദ ഫേം ആയിട്ടായിരുന്നു ആക്ട് ചെയ്തിരുന്നത്.
സോ ഏജൻറ്റ് പ്രിൻസിപ്പലിൻ്റെ ബിഹാഫിൽ എന്തെങ്കിലും ചെയ്താൽ അതിനുള്ള ലയബിലിറ്റി ആർക്ക് വരും? പ്രിൻസിപ്പലിന് വരും എന്നുള്ളൊരു ബേസിക് റൂളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ ഇനി സെക്ഷൻ 25 എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ലയബിലിറ്റി ടു തേർഡ് പാർട്ടി സെക്ഷൻ 25 തൊട്ട് സെക്ഷൻ 27 വരെയുള്ള സെക്ഷൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റിന് റെലവൻ്റ് ആയിട്ടുള്ളത് സെക്ഷൻ 25 and 26. 25 എന്താണ് പറയുന്നത്? ലയബിലിറ്റി ഓഫ് എ പാർട്ട്ണർ ഫോർ ദ ആക്ട്സ് ഓഫ് ദ ഫേം. ഇവിടെ പി ഏജൻ്റായിട്ട് നിന്ന് ഒരു കാര്യം പ്രവർത്തിച്ചപ്പോൾ അത് ആര് ചെയ്ത പ്രവൃത്തിയായിട്ട് മാറി? ആര് ചെയ്ത ആക്ടിവിറ്റി ആയിട്ടാണ് മാറിയത്? ഫേം ചെയ്ത ആക്ടിവിറ്റി ആയിട്ടാണ് മാറിയിട്ടുള്ളത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫേമിന് ഒരു തേർഡ് പാർട്ടിയോടുള്ള ലയബിലിറ്റി എങ്ങനെയാണ് എന്നുള്ളതാണ് സെക്ഷൻ 25 നമ്മൾ കാണാൻ പോകുന്നത്. ദ പാർട്ട്നേഴ്സ് ആർ ജോയിൻ്റ്ലി എന്ന് പറയുമ്പോൾ പി ക്യു ആർ, അതുപോലെ തന്നെ ഇവർക്ക് ഇൻഡിവിജ്വലിയും സെവറലിയും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആരോട്? തേർഡ് പാർട്ടി. നമ്മുടെ ക്വസ്റ്റ്യനിൽ ആരാണ്? ഡി. തേർഡ് പാർട്ടിയോട് എന്തുണ്ട്? ലയബിലിറ്റി ഉണ്ട്. എന്തിനൊക്കെ വേണ്ടിയാണ്? ഫോർ ഓൾ ആക്ട് വിച്ച് കം അണ്ടർ ദ സ്കോപ്പ് ഓഫ് ദർ എക്സ്പ്രസ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് അതോറിറ്റി. ഇവിടെ പി യൂഷ്വൽ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ സിമെൻറ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആ സിറ്റുവേഷനിൽ മനസ്സിലാകുന്നത്. അപ്പം ആളുടെ ആ ഒരു ഇംപ്ലൈഡ് അതോറിറ്റിയിൽ നിന്നുള്ള ഒരു കാര്യമാണ് ആൾ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പം ഇത് ഫേമിനെ എന്ത് ചെയ്യുന്നുണ്ട്? ജോയിൻ്റ്ലിയും, ഫേമിലെ ഓരോ പാർട്ട്നേഴ്സിനെ ജോയിൻ്റ്ലിയും അതുപോലെ തന്നെ സെവറലിയും റെസ്പോൺസിബിൾ ആക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ദിസ് ഈസ് ബിക്കോസ് ഓൾ ആക്ട്സ് ഡൺ വിത്തിൻ ദ സ്കോപ്പ് ഓഫ് അതോറിറ്റി ആർ ആക്ട് ഡൺ ടുവേർഡ്സ് ദ ബിസിനസ് ഓഫ് ദ ഫേം. ബിസിനസ് ഓഫ് ദ ഫേം ആണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഫുൾഫിൽ ചെയ്തൊരു കണ്ടീഷനാണ്. ദ എക്സ്പ്രഷൻ ഓഫ് ആക്ട് ഓഫ് ദ ഫേം എന്ന് പറയുമ്പോൾ എന്തൊരു ആക്ടും, എനി ആക്ട് ഓർ ഒമിഷൻ ബൈ ഓൾ ദ പാർട്ട്നേഴ്സ് ഓർ ബൈ എനി പാർട്ട്ണർ ഓർ ഏജൻറ്റ് ഓഫ് ദ ഫേം which gives rise to a right enforceable by or against the firm. ഓക്കെ, ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷനിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ കേസിൽ പറഞ്ഞിട്ടില്ലേ, മനഃപൂർവ്വമായിട്ട് പറഞ്ഞതുപോലെ കുറച്ച് ഈ രണ്ടാമത്തെ കേസിലൊന്നല്ല, ഫസ്റ്റ് സിറ്റുവേഷനിലും ഈ പറഞ്ഞ പോലെ ഒരു റോങ്ഫുൾ ആക്ട് തന്നെയാണ് പി ചെയ്തിട്ടുള്ളത്. റോങ്ഫുൾ ആക്ട് ആണെങ്കിൽ തന്നെ ഇവിടെ നമ്മൾ സെക്ഷൻ 25 ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നടത്തിയാലും ഇവർക്ക് എന്തുണ്ടാവും? ലയബിലിറ്റി ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇനി അത് റോങ്ഫുള്ളി ചെയ്തതാണ്, പി ഇവിടെ റോങ്ഫുള്ളി ആക്ട് ചെയ്തതാണെങ്കിൽ പോലും എങ്ങനെയാണ് തേർഡ് പാർട്ടിയോട് ലയബിലിറ്റി വരുന്നത് എന്നുള്ളതാണ് സെക്ഷൻ 26 പറയുന്നത്. ദ ഫേം ഈസ് ലയബിൾ, ഫേം അവിടെയും എന്താണ്? ലയബിൾ ആണ്. എവിടെ വരെ? ടു ദ സെയിം എക്സ്റ്റെൻറ്റ് ആസ് എ പാർട്ട്ണർ ഫോർ എനി ലോസ് ഓർ ഇഞ്ചുറി കോസ്റ്റ് ടു എ തേർഡ് പാർട്ടി ബൈ ദ റോങ്ഫുൾ ആക്ട് ഓഫ് ദ പാർട്ട്ണർ. അത് ഒരു പാർട്ട്ണറുടെ ഫേം റെസ്പോൺസിബിൾ ആണ്. ഇപ്പോൾ ഒരു പാർട്ട്ണർ എന്തെങ്കിലും റോങ്ഫുൾ ആക്ട് ത്രൂ ഒരു കാര്യം ചെയ്തിട്ട് തേർഡ് പാർട്ടിക്ക് എന്ത് വന്നാലും, ഒരു ലോസ് അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി വന്നാൽ ഫേം എന്താണ്? ലയബിൾ ആണ്. ഇപ്പോൾ ഇഫ് ദേ ആർ ഡൺ ബൈ ദ പാർട്ട്ണർ വൈൽ ആക്ടിങ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇൻ ദ ഓർഡിനറി കോഴ്സ്, യൂസ്ഡ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് സെക്ഷൻസ് മനസ്സിലായല്ലോ. ഏതൊക്കെയായിരുന്നു സെക്ഷൻസ്? സെക്ഷൻ 18, 25 and 26. സോ അപ്പം നമുക്ക് ഇവിടെ ഫൈനൽ ആൻസർ എന്താ കൊടുക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഫേമിൻ്റെ കണ്ടൻഷൻ ടെനബിൾ ആണോ? ഫേം പറയുന്നു ഫേം അത് കളക്ട് ചെയ്തിട്ടില്ല, ബട്ട് ഫേമിൻ്റെ ബിഹാഫിൽ ആര് കളക്ട് ചെയ്തിട്ടുണ്ട്? പി കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിക്ക് ഉണ്ടായ, നമ്മുടെ ഡിക്ക് ഉണ്ടായ ലോസിന് ആര് ലയബിൾ ആണ്? ആര് റെസ്പോൺസിബിൾ ആണ്? ഫേമും ഫേമിലെ ഓരോ പാർട്ട്നേഴ്സും ജോയിൻ്റ്ലി ആൻഡ് സെവറലിയും എന്താണ്? റെസ്പോൺസിബിൾ ആണ്, ലയബിൾ ആണ്. അപ്പം വെദർ ദ ഫേംസ് കണ്ടൻഷൻ ഇസ് ടെനബിൾ, നോ എന്നുള്ളതാണ് നമുക്ക് ഉത്തരം. പിന്നെ നമുക്കതിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊവിഷനും അതുപോലെ തന്നെ ഈ സിറ്റുവേഷൻ നമുക്ക് അനലൈസ് ചെയ്യണം. രണ്ടാമത്തെ കേസിലാണെന്നുണ്ടെങ്കിലും എന്താണ്? ഫേമിന് ലയബിലിറ്റി വരും, ഫേം ലയബിളാണ്. റോങ്ഫുൾ ആക്ട് ഓഫ് എ പാർട്ട്ണറിന് ഫേം ലയബിളാണ്. പക്ഷേ ഫേം ഇവിടെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഫേം ഇൻക്ലൂഡിങ് ക്യു ആൻഡ് ആർ ഇവിടെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എങ്കിൽ പോലും അവർക്കൊരു ലയബിലിറ്റി റെസ്പോൺസിബിലിറ്റി വരുവാണ്. അതുകൊണ്ട് ലേറ്റർ ഇവർക്ക് എന്ത് ചെയ്യാം? പിന്നെതിരെ ഇവർക്ക് എന്ത് ചെയ്യാം? സ്യൂ ചെയ്യാം, അല്ലെങ്കിൽ പിക്കെതിരെ ആക്ഷൻ എടുക്കാവുന്നതാണ്. ആർക്ക്? പി ക്യു ആർ അസോസിയേറ്റ്സിന്. പി ക്യു ആർ അസോസിയേറ്റ്സിൽ ക്യു ആൻഡ് ആറിന് പിക്കെതിരെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ബിക്കോസ് ഇവർ ഇവിടെ റോങ്ഫുൾ ആക്ടിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആൾക്കാരല്ലാത്തത് കൊണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ ഫോർമാറ്റും ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കും. നമ്മൾ കുറേ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രോപ്പർ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ ആൻസേഴ്സ് ഇത്രയും നാൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ അതുകൊണ്ട് നിങ്ങളുടെ ആൻസർ ഫോർമാറ്റിൽ എനിക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾക്കും കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആൻസർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. അല്ല, ആൻസർ എഴുതുന്നതിലും കുറച്ചുകൂടി ക്ലാരിറ്റി ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ബേസിൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ഒന്ന് ഫ്രെയിം ചെയ്ത് നോക്കാം. സോ ആസ് ഓൾവേസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്?
ക്വസ്റ്റ്യൻ നമ്പർ നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ ടോപ്പ് മോസ്റ്റ് സെൻറ്ററിലേക്ക് നമ്മൾ എഴുതുന്നുണ്ട്. മോസ്റ്റ് വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് ഫസ്റ്റ് എന്താണ് ഫ്രെയിം ചെയ്യേണ്ടത്? നമ്മുടെ പ്രൊവിഷൻ പാരഗ്രാഫ്. നമ്മുടെ പ്രൊവിഷൻ പാരഗ്രാഫ് നമുക്ക് ഫ്രെയിം ചെയ്യാം. ഫസ്റ്റ് നമ്മൾ കോട്ട് ചെയ്യാൻ പോകുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 18. As per section 18 of the Indian Partnership Act. ആക്ട് എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ ഇയർ കൂടെ എഴുതണം. 1932. A partner is an agent of the firm. Okay, എന്തിനു വേണ്ടിയിട്ടാണ്? For the purpose of business of the firm. Business of the firm. Okay, so ഇവിടെ പി എങ്ങനെയാണ് ആക്ട് ചെയ്തിട്ടുള്ളത്? ആക്ടഡ് ആസ് ആൻ ഏജൻറ്റ് ഫോർ ദ പേർപ്പസ് ഓഫ് ബിസിനസ് ഓഫ് ദ ഫേം. ബിസിനസ് ഓഫ് ദ ഫേം എന്തായിരുന്നു? കൺസ്ട്രക്ഷൻ ഫേം ആയിരുന്നു അല്ലേ? അപ്പോൾ അവർ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള സിമെൻ്റ് ആണിത് പി വാങ്ങിയിട്ടുള്ളത് അല്ലേ? ഓക്കെ, എ പാർട്ട്ണർ ഈസ് ആൻ ഏജൻറ്റ് ഓഫ് ദ ഫേം ഫോർ ദ പേർപ്പസ് ഓഫ് ബിസിനസ് ഓഫ് ദ ഫേം ആൻഡ് ദ പാർട്ട്ണർ ഏജൻറ്റ് മാത്രമാണോ? അല്ല, പ്രിൻസിപ്പലായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. എംബ്രേസസ് എ ക്യാരക്ടർ ഓഫ് ബോത്ത് ദ പ്രിൻസിപ്പൽ ആൻഡ് ആൻ ഏജൻറ്റ്. ഓക്കെ, ഒരു കാര്യം നമുക്ക് കുറച്ചും കൂടെ സ്പെസിഫൈ ചെയ്ത് എഴുതേണ്ടതുണ്ട്. എല്ലാ ട്രാൻസാക്ഷൻസിലും ഇതെന്താവില്ല, ആപ്ലിക്കബിൾ ആവില്ല. ഓൺലി വെൻ ഇറ്റ്സ് ഡൺ ഫോർ ദ ബിസിനസ് ഓഫ് ദ ഫേം. അല്ലാതെ പാർട്ട്നേഴ്സ് പേഴ്സണലി അവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻസിന് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ്സിന് ഈ ഒരു പ്രിൻസിപ്പൽ ഏജൻറ്റ് റൂള് ആപ്ലിക്കബിൾ ആവില്ല എന്നുള്ളത് കൂടി എഴുതണം. ഏജൻറ്റ് പ്രിൻസിപ്പൽ റൂൾ വിൽ ബി ആപ്ലിക്കബിൾ ഓൺലി ഫോർ ദ ട്രാൻസാക്ഷൻസ് സോ സെക്ഷൻ 18 നിന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോട്ട് ചെയ്യേണ്ടത്. അടുത്തത് ആസ് പെർ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 25. സെക്ഷൻ 25 എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ സെക്ഷൻ 25ഉം 26ഉം എല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്, കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കാം. സെക്ഷൻ 18 എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പാർട്ട്ണർ ഈസ് ആൻ ഏജൻറ്റ് ഓഫ് ദ ഫേം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എപ്പോഴാണ്? ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓഫ് ദ ഫേം. പാർട്ട്ണർ ഈസ് ആൻ ഏജൻറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓഫ് ദ ഫേം ചെയ്യുമ്പോൾ. ആൻഡ് പ്രിൻസിപ്പലായിട്ടും ഏജൻറ്റായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. Only for the transaction for the purpose of business of the firm. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സെക്ഷൻ 25 എന്താണ് പറയുന്നത്? ഹെഡിങ് നമുക്ക് അതുപോലെ എഴുതിയിട്ടുണ്ട്. ലയബിലിറ്റി ഓഫ് എ പാർട്ട്ണർ ഫോർ ദ ആക്ട്സ് ഓഫ് ദ ഫേം. ഫേം ഒരു ആക്ട് ചെയ്താൽ അതിൽ ലയബിലിറ്റി, ബാക്കി പാർട്ട്നേഴ്സിന് എങ്ങനെയാണ് ലയബിലിറ്റി വരിക എന്നുള്ളത്. എല്ലാവരും എന്താണ്? ജോയിൻ്റ്ലി അല്ലെങ്കിൽ സെവറലി ലയബിൾ ആണ്. ആരോട്? തേർഡ് പാർട്ടിയോട്. വെൻ ദ ആക്ട് ഡൺ ടുവേർഡ്സ് ദ ബിസിനസ് ഓഫ് ദ ഫേമിന് വേണ്ടിയിട്ടാണ് ആക്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും ജോയിൻ്റ്ലി ആൻഡ് സെവറലി എന്താണ്? ലയബിൾ ആണ് എന്നുള്ളതാണ്. ഇനി ആക്ട് ഓഫ് ദ ഫേം എന്ന് പറയുമ്പം അതിനകത്ത് എനി ആക്ട് അല്ലെങ്കിൽ ഒമീഷൻ, അത് പാർട്ട്നേഴ്സ് എല്ലാവരും കൂടെ ചെയ്തതാവാം, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറായിട്ട് ചെയ്തതാവാം, അല്ലെങ്കിൽ ഫേമിൻ്റെ ഏജൻറ്റ് എന്ന ബിഹാഫിൽ ചെയ്തതാവാം. എന്തെന്ന് പറഞ്ഞാലും ഇത് ഏതൊരു ഡെഫിനിഷനിലാണ് വരുന്നത്? ആക്ട് ഓഫ് ദ ഫേം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡെഫിനിഷനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. സെക്ഷൻ 26 പറയുന്നത് നേരെ തിരിച്ചാണ്. ഒരു ഫേമിന് ഒരു പാർട്ട്ണർ ലയബിലിറ്റി ചെയ്താൽ ഒരു ഫേമിന് എങ്ങനെയാണ്, റോങ്ഫുൾ ആക്ട് ചെയ്താൽ ഒരു ഫേമിന് എങ്ങനെയാണ് ലയബിലിറ്റി വരിക എന്നുള്ളത്. ഫേം ഈസ് ലയബിൾ. ഫേം എന്താണ്? ലയബിൾ ആണ്. എത്രത്തോളം പാർട്ട്ണർ ലയബിൾ ആണോ അത്രയും തന്നെ ഫേമും എന്താണ്? ലയബിൾ ആണ്. ഓക്കെ, റോങ്ഫുൾ ആക്ട് ഓഫ് ദ പാർട്ട്ണർ കാരണം ഒരു തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും ലോസ്, ഇഞ്ചുറി ഉണ്ടായാൽ ഫേമും എന്താണ്? ലയബിൾ ആണ് എന്നുള്ളൊരു കാര്യമാണ്. ഇഫ് ദേ ആർ എപ്പോഴാണ്? ഇഫ് ദേ ആർ ഡൺ വൈൽ ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് വിത്ത് ദ അതോറിറ്റി ഓഫ് ദ പാർട്ട്നേഴ്സ്. അതോറിറ്റിയിൽ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിലാണ് റോങ്ഫുൾ ആക്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഫേമിനും എന്ത് വരും? ലയബിലിറ്റി വരും എന്നുള്ളതാണ്. ഫേമിന് മാത്രമല്ല എല്ലാ പാർട്ട്നേഴ്സിനും എന്ത് വരും? ലയബിലിറ്റി വരും. Furthermore, all the partners in the firm will also be liable to the third party for any loss or damage. ഇനി നമ്മൾ അനാലിസിസ് ചെയ്തുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ്റെ സിറ്റുവേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക?
ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ഓക്കെ, സോ അനാലിസിസ് ആയി. ഇനി നമുക്ക് കൺക്ലൂഷൻ ഫ്രെയിം ചെയ്യാം. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് പ്രൊവിഷൻസിൻ്റെയും ബേസിലാണ് നമ്മൾ കൺക്ലൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കൺക്ലൂഷൻ, നോ ഫേംസ് കണ്ടൻഷൻ ഇസ് നോട്ട് tenable. The said provision will be applicable when act is done towards the business of the firm. Okay, ഫോമിൻ്റെ കണ്ടൻഷൻ ടെനബിൾ അല്ല എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യുക. ദെൻ രണ്ടാമത്തെ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഇൻ ദിസ് സിറ്റുവേഷൻ അപ്പോഴും എന്തല്ല, ഫേംസ് കണ്ടൻഷൻ ഇസ് നോട്ട് ടെനബിൾ. ആസ് പെർ ദ പ്രൊവിഷൻ ഫേം എന്താണ്, ലയബിൾ ആണ്. ഫേം വിൽ ബി ലയബിൾ ഫോർ ആക്ട്സ്, ഫോർ wrongful acts of a partner done in ordinary course of business and with the authority. Okay, we purchased before the cement from Mr. D in ordinary course of business. Therefore firm will be responsible അല്ലെങ്കിൽ liable to pay the price to D. Okay, ആൻഡ് എന്ത് ചെയ്യുക, നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹവർ ഇവിടുത്തെ ബാക്കി പാർട്ട്നേഴ്സും ഫേമും എന്ത് ചെയ്തിട്ടില്ല, റോങ്ഫുൾ ആക്ടിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് കാരണം പിക്ക് അഗൻസ്റ്റ് ആക്ഷൻ എടുക്കാം. ദ ഫേം ക്യാൻ ടേക്ക് ആക്ഷൻ അഗൻസ്റ്റ് മിസ്റ്റർ പി. ഓക്കെ, സോ ഹിയർ കംസ് നമ്മുടെ ആൻസർ കൺക്ലൂഷൻ. ഇതിനകത്ത് പ്രൊവിഷൻ പാർട്ടിൽ നമ്മൾ 3 സെക്ഷൻസ് കോട്ട് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ പ്രൊവിഷൻ പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കോട്ട് ചെയ്യണം. പ്രൊവിഷൻ പാർട്ടിന് നിങ്ങൾക്കൊരു ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. പ്രൊവിഷനിൽ ഇത്രയും സെക്ഷൻസ് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് തന്നെ 3 to 4 മാർക്സ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ 3.5 മാർക്സ് വരെ നിങ്ങൾക്ക് എവിടെ കാണാവുന്നതാണ്, പ്രൊവിഷൻ പാർട്ടിൽ വരാവുന്നതാണ്. ഓൾവേസ് നമുക്ക് അനാലിസിസിന് ഒരു 1 അല്ലെങ്കിൽ 1.5 മാർക്സ് ആണ് മാക്സിമം വരാൻ സാധ്യതയുള്ളത്. പിന്നെ കൺക്ലൂഷൻ നമുക്ക് 2 രീതിയിലുണ്ട്. സോ 2 മാർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺക്ലൂഷന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാർക്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയല്ലോ. ഓക്കെ, സോ മാർക്സിൻ്റെ കാര്യം ശരിയായില്ലേ. 2 മാർക്സ്, 1 മാർക്ക് ഈച്ച് ആണ്, 1 മാർക്ക് ഈച്ച് ഫോർ നമ്മുടെ ഓരോ കൺക്ലൂഷനും. ദെൻ അനാലിസിസിന് 1 മാർക്ക്, ബാക്കി മാർക്സ് നമുക്ക് എവിടെയായിരിക്കും, പ്രൊവിഷനിലായിരിക്കും വരുന്നുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ കൺക്ലൂഷന് എഗെയിൻ ഈ പറഞ്ഞ പോലെ 1.5 വെച്ചിട്ട് 3 വന്നിട്ട് ബാക്കി മാർക്സ് ആയിരിക്കും
മാക്സിമം നമുക്ക് പ്രൊവിഷനിൽ ഇതിന് മാർക്സ് പോകും. കാരണം ഇത്രയും സെക്ഷൻസ് നമ്മൾ കോട്ട് ചെയ്യേണ്ടതുണ്ട്. ഇതിലേതെങ്കിലും ഒരു സെക്ഷൻ കോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർക്സ് എന്തായാലും നമുക്ക് അവിടുന്ന് പോകുന്നുണ്ടാവും. സോ എല്ലാ സെക്ഷൻസും അതിന് നമ്മുടെ ക്വസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ റെലവൻറ്റ് പോയിൻറ്റ്സും, സെക്ഷനിലുള്ള എല്ലാ റെലവൻറ്റ് പോയിൻറ്റ്സും നമ്മൾ കോട്ട് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് വെക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. ഓക്കെ, സോ നമ്മുടെ മാർക്സും ഡിസ്ട്രിബ്യൂട്ടഡ് ആയല്ലോ. ഇനി നമുക്ക് എന്താണ് നോക്കാനുള്ളത്? ഇനി നമുക്ക് റിവിഷൻ നോക്കാം. റിവിഷൻ നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് പഠിച്ചു? ഫസ്റ്റ് സെക്ഷൻ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൻ്റെ സെക്ഷൻ 9 and 10 അസർടൈൻമെൻറ്റ് ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഏതാ പഠിച്ചത്? സ്യൂട്ട് ഫോർ ഡാമേജസ് സെക്ഷൻ 73, ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയർസ് ആൻഡ് MOA അതിൻ്റെ പവർ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് പീരീഡ് എന്താണ്, അതിൻ്റെ ബാക്കി ടൈപ്സും കൂടെ നിങ്ങൾ നോക്കി വെക്കണം. ദെൻ സെക്ഷൻ 30 മൈനറിനെ ബെനിഫിറ്റ്സിന് വേണ്ടി അഡ്മിറ്റ് ചെയ്യുന്ന ഒരു കേസ്. അതുപോലെ തന്നെ സെക്ഷൻ 31 ഒരു ന്യൂ പാർട്ട്ണറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. റൈറ്റ്സ് ഓഫ് എ ട്രാൻസ്ഫറി, എപ്പോഴും ഒരു പാർട്ട്ണർ എക്സിസ്റ്റിംഗിൽ ഇരിക്കുന്ന ഒരു പാർട്ട്ണർ മറ്റൊരാളിലേക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ വരുന്ന ട്രാൻസ്ഫറിക്ക് എന്തൊക്കെ റൈറ്റ്സ് ആണുള്ളത് സെക്ഷൻ 29 നമ്മൾ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ നിന്ന് പഠിച്ചു. പിന്നെ LLPയുടെ സെക്ഷൻ 5 and സെക്ഷൻ 6 എത്ര പാർട്ട്നേഴ്സ് വേണം, പാർട്ട്നേഴ്സിൻ്റെ നമ്പർ, അതുപോലെ തന്നെ മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സിൽ കുറഞ്ഞ അവർ ബിസിനസ് കണ്ടിന്യൂ ചെയ്താൽ എന്താണ് എഫക്റ്റ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഫർദർ കോൺസിക്വൻസസ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അൺപെയ്ഡ് സെല്ലറിൻ്റെ റൈറ്റ് ഓഫ് ലീൻ, സെല്ലേഴ്സ് ലീൻ സെക്ഷൻ 47 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ പഠിച്ചത് ഏതാണ്? ഡ്യൂട്ടി ഓഫ് ബെയിലർ ടു ഇൻഡെംനിഫൈ ബെയിലി ഫോർ ദ പ്രിമച്വർ ടെർമിനേഷൻ. യൂണിറ്റ് 8 നിന്ന്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ യൂണിറ്റ് 8 നിന്ന് പ്രിമച്വർ ടെർമിനേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനും ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ആഡ് ചെയ്യുക. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ധറോ ആണ്, ഇത്രയും ഏരിയാസിലെങ്കിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് എന്നുള്ളത് ഉറപ്പാക്കുക. സോ ഈ ഒരു ഏരിയാസിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുന്നത് എങ്കിൽ നിങ്ങൾ സൂപ്പറായിട്ട് ആൻസർ ചെയ്യില്ലേ. സോ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അതിന് നമുക്ക് ആൻസർ കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആൻസർ കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ ഇത്രയും നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 18 ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്ഷൻ 18 പാർട്ട്നേഴ്സ് ടു ബി ദ ഏജൻറ്റ് ഓഫ് ദ ഫേം, അതായത് പാർട്ട്ണർ ഫോർ ദ പർപ്പസ് ഓഫ് ദ ഫേം ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ബോത്ത് ദ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ്. അതുപോലെ തന്നെ സെക്ഷൻ 25 ആക്ട്സ് ഓഫ് ദ ഫേം എന്താണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ പാർട്ട്നേഴ്സ് സെവറലി ആൻഡ് ജോയിൻ്റ്ലി റെസ്പോൺസിബിൾ ആണ് ടു ദ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ എന്താണ് കൺക്ലൂഷനിലേക്ക് സെക്ഷൻ 26 കോട്ട് ചെയ്തിട്ടുണ്ട്. ഓർഡിനറി കോഴ്സിൽ വിത്ത് ദ അതോറിറ്റി ഒരു റോങ്ഫുൾ ആക്ട് ആര് ചെയ്യാണ്, ഒരു പാർട്ട്ണർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഫേം എന്താണ്, ലയബിൾ ആണ്. അതുപോലെ ഇവിടെ ഈ ഒരു പാരഗ്രാഫ് എന്താണ്, ഇതിൻ്റെ ഒരു അനാലിസിസ് പാരഗ്രാഫാണ്. ഓക്കെ, അനാലിസിസ് പാരഗ്രാഫാണ്. ഇതാണ് കൺക്ലൂഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ രണ്ട് രീതിയിൽ കൺക്ലൂഷൻ കൊടുത്തിട്ടുണ്ട്. ഫേംസ് കണ്ടൻഷൻ ടു റെഫ്യൂസൽ ടു പേ ദ പ്രൈസ് ഇസ് നോട്ട് ടെനബിൾ. അതുപോലെ തന്നെ ഇവിടെയും എന്താണ്, firm is liable to the same extent as the partner for any loss. ആ സെക്ഷൻ ആ ഒരു പ്രൊവിഷൻ ഒന്നുകൂടെ നോട്ട് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സിൻസ് ആക്ട് ഓഫ് ദ ഫേം വാസ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ എന്താണ്, ദ ഫേം ലയബിൾ ആണ് ടു ദ സെയിം എക്സ്റ്റെൻറ്റ് ആസ് ദ പാർട്ട്ണർ ഫോർ ദ ലോസ് ഓഫ് മിസ്റ്റർ ഡി. ഇവിടെ ഇഞ്ചുറി ഒന്നുമില്ല, അതുകൊണ്ട് ലോസ് ഓഫ് മിസ്റ്റർ ഡി. ആൻഡ് പിന്നെ PQ or അസോസിയേറ്റ്സിന് ആക്ഷൻ അഗൈൻസ്റ്റ് P ദ പാർട്ട്ണറിനെതിരെ ആക്ഷൻ എടുക്കാവുന്നതാണ്. അതും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കോട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയല്ലോ. നിങ്ങളുടെ ആൻസേഴ്സ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സോ അപ്പോൾ നമ്മൾ പാർട്ട്ണർഷിപ്പ് ആക്ടിൻ്റെ സെക്ഷൻ 18, 25 and 26 കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. ഇത്രയും സെക്ഷൻസ് നിങ്ങൾക്ക് ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇനി ഒരു സെഷനും കൂടെ ഉണ്ടാവും. ആ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.